കുടുംബസുഹൃത്തായ മോഹിത് മർവയുടെ വിവാഹത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രീദേവി ദുബായിലേക്ക് പോയത്. ബോണി കപൂറും ഖുഷി കപൂറും താരത്തിനൊപ്പം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ശ്രീദേവി വിവാഹത്തിനിടയിലെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ദുബായ് സന്ദർശനത്തിനിടയിൽ അപ്രതീക്ഷിതമായാണ് ആ വാർത്ത ആരാധകരെ തേടിയെത്തിയത്. സിനിമാ ലോകത്തെയും താരകുടുംബത്തെയും ഒന്നടങ്കം വേദനിപ്പിച്ചാണ് ശ്രീദേവി യാത്രയായത്. ബോണി കപൂറിനോ മക്കൾക്കോ ഈ വിയോഗം താങ്ങാവുന്നതിലും അപ്പുറത്താണെന്ന് ഇവരോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഭാര്യയെ അറിയിക്കാതെ വീണ്ടും ദുബായിലേക്ക് പോയി സർപ്രൈസ് നൽകാനുള്ള പ്ലാനിലായിരുന്നു ബോണി കപൂർ. എന്നാൽ മുംബൈയിൽ നിന്നും ദുബായിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് മരണവാർത്തയായിരുന്നു. ശനിയാഴ്ച രാത്രിയാണ് ശ്രീദേവി മരിച്ചത്. ഞായറാഴ്ച വെളുപ്പിനാണ് വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അമ്മയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ തളർന്നുപോയ താരപുത്രിമാരുടെ സംരക്ഷണം പിതൃ സഹോദരനായ അനിൽ കപൂർ ഏറ്റെടുക്കുകയായിരുന്നു. അനിൽ കപൂറിന്റെയും കുടുംബത്തിന്റെയും മുഴുവൻ ഉത്തരവാദിത്വവും ബോണി കപൂർ ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് തിരിച്ച് സംഭവിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ജ്യേഷ്ഠന്റെ കുടുംബത്തിലുണ്ടായ അപ്രതീക്ഷിത ദുരന്തത്തിലാണ് അത് തിരിച്ചു സംഭവിച്ചത്. ബോണി കപൂറും മക്കളായ ജാൻവിയും ഖുഷിയും അനിൽ കപൂറിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിയെന്നാണ് ഇവരോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ബോണി കപൂർ ദുബായിലായിരുന്നപ്പോൾ മുതൽ മക്കൾ ഇവരുടെ വീട്ടിലായിരുന്നു. ബോണി കപൂർ ശ്രീദേവി പ്രണയബന്ധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബോളിവുഡിലെ മാതൃകാ ദമ്പതികളാണെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അറിയപ്പെടുന്ന അഭിനേത്രി ആയിരുന്നിട്ട് പോലും മക്കൾ ജനിച്ചപ്പോൾ ശ്രീദേവി അവരുടെ കാര്യങ്ങൾക്കായിരുന്നു പ്രഥമ പരിഗണന നൽകിയിരുന്നത്. ജാൻവിയുടെയും ഖുഷിയുടെയും കാര്യത്തിൽ ഏറെ ശ്രദ്ധ നൽകിയിരുന്നു. ഇന്ത്യൻ സിനിമയിലെ തന്നെ കറുത്തൊരു ദിനമായിരുന്നു അത്. കപൂർ കുടുംബത്തിന്റെ അവസ്ഥയും സമാനമാണ്. നിലവിലെ ചിത്രീകരണമെല്ലാം റദ്ദാക്കിയാണ് അനിൽ കപൂറും സോനം കപൂറും ഉൾപ്പെടെയുള്ളവർ എത്തിയത്. ജാൻവിയുടെ ആദ്യ സിനിമയുടെ ചിത്രീകരണവും നിർത്തിവെച്ചിട്ടുണ്ട്. ശ്രീദേവിയുമായുള്ള പിണക്കവും പരിഭവവും ഒക്കെ മാറ്റിവെച്ച് അർജുൻ കപൂറും വീട്ടിലേക്ക് എത്തിയിരുന്നു. ജാൻവിയെയും ഖുഷിയെയും ആശ്വസിപ്പിച്ചതിന് ശേഷം താരപുത്രൻ അച്ഛനരികിലേക്ക് പോവുകയായിരുന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം.